പന്തളം നഗരസഭയിൽ CPIM അംഗം MR കൃഷ്ണകുമാരി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. ശബരിമല വിഷയം സജീവ ചർച്ചയാക്കിയ കോൺഗ്രസിനും BJPക്കും പന്തളത്ത് നിലം തൊടാനായില്ല. ശബരിമലയുമായി ഏറെ ബന്ധമുള്ള നാടാണ് പന്തളം. അതിനാൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കനത്ത തിരിച്ചടിയാണ് പന്തളത്തെ LDFന്റെ വിജയം. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, ശബരിമല വിഷയം ഏറെ വൈകാരികമായി ചർച്ച ചെയ്ത ഇടം കൂടിയാണ് പന്തളം എന്ന് പറയുന്നത്. ആ രീതിയിൽ അവിടെ UDFും BJPയും ആ വിഷയം സജീവമാക്കാൻ ശ്രമിച്ചു. പക്ഷേ അയ്യപ്പന്റെ ഐതിഹ്യവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആ നാട് LDFനെയാണ് അവരുടെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ CPIMന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു, അല്ലേ? തീർച്ചയായിട്ടും AR ഉഷാകുമാരിയാണ് ഇപ്പോൾ പന്തളം നഗരസഭ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തിരിക്കുന്ന CPIMന്റെ പ്രതിനിധിയാണ്. പന്തളം നഗരസഭയിൽ 14 ഇടത്ത് CPIMും 9 ഇടത്ത് മാത്രമാണ് BJPക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. കോൺഗ്രസിനും 10ലധികം സീറ്റുകൾ മാത്രമാണ് കൈവശപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത്. പന്തളത്ത് BJPയുടെ ഭരണത്തിനാണ് CPIMനുള്ള LDF അന്ത്യം കുറിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ടത്, പന്തളം നഗരസഭയിൽ BJPയും കോൺഗ്രസും ശബരിമല വിഷയം സജീവ ചർച്ചയാക്കാൻ ശ്രമിച്ചിരുന്നു. ജനങ്ങൾ അതിന് വില കൽപ്പിക്കാതെ വികസന തുടർച്ചയ്ക്ക് അല്ലെങ്കിൽ വികസനത്തിന് വോട്ട് ചെയ്യുകയായിരുന്നു. മാത്രമല്ല, വാസ്തവവിരുദ്ധമായ ആരോപണങ്ങൾക്ക് ജനങ്ങൾ ചെവി കൊടുത്തിട്ടുമില്ല. പന്തളം മാത്രമല്ല, പന്തളം തൊട്ട് സമീപത്ത പഞ്ചായത്തായ കുളനാട് ഗ്രാമപഞ്ചായത്ത്, അതുപോലെ ശബരിമല സ്ഥിതി ചെയ്യുന്ന ശബരിമല വാർഡ്, പെരുമാട് പഞ്ചായത്തൊക്കെ തന്നെ LDFനും CPIMനും മികച്ച വിജയമാണ്. അതോടുകൂടി തന്നെ BJPയുടെയും കോൺഗ്രസിന്റെയും വ്യാജ പ്രചരണങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് പന്തളത്തെയും പെരുന്നാട്ടിലെയും കുളനാടിലെയും ഒക്കെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. മനു.